അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏട്ടന് സർപ്രൈസ് ആയിട്ട് ഒരു ഫോൺ എടുത്തു കൊടുക്കാൻ പോവാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഏട്ടൻ കാണുകയും ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ പണിക്ക് പോയി. അപ്പം എൻ്റെ ഫോണ് പോയിട്ട് ഞാനിപ്പോൾ ഏട്ടൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു ഫോൺ വാങ്ങിക്കാനെന്ന് വെച്ചാൽ അതെന്തായാലും പറ്റൂല, ഏട്ടൻ കുറച്ച് ടൈറ്റിലാണല്ലേ, അങ്ങനെ പറ്റൂല. അങ്ങനെ പറ്റുവാണെങ്കിൽ ഏട്ടൻ എന്തായാലും എനിക്ക് പുതിയ ഫോൺ എന്തായാലും എടുത്ത് തന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പം ഞാൻ അതുകൊണ്ട് എനിക്കൊരു വല്ലാത്ത ഒരു സങ്കടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ പഴയ ഫോൺ തന്നെ ഈ പവർ ബാങ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് പോകും. അത് വിളിച്ചെടുക്ക് കിട്ടുകയില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുകയും ചെയ്യും. വിളിച്ചതിന് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഏട്ടൻ പോകുന്നത്. ഇത് നഷ്ടമുള്ളൊരു കുടിക്കുക കേട്ടോ. ഇത് ഞാൻ കുറേ വട്ടം പൊളിച്ച്, എന്നിട്ട് ഞാൻ പൊളിച്ചിട്ട് അത് അതേപോലെ ഇങ്ങനെ കെട്ടി വെച്ച്, കണ്ട ഇങ്ങനെ കെട്ടി വെച്ച്. പുതിയ കുടുക്ക വാങ്ങിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ എന്തോ ഇതൊരു ഐശ്വര്യമുള്ള കുടുക്കയാണ്. അപ്പോൾ ഇത് ഞാൻ ഐനൂസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടുന്ന പൈസയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെക്കണം. പുതിയ കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ എടുക്കുന്ന ഇങ്ങനെ പൈസ ഇങ്ങനെ അടിച്ചു മാറ്റും. സ്വാഭാവികം, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. അപ്പം അങ്ങനെ അടിച്ചു മാറ്റിയിട്ടിട്ട പൈസയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇത് തികയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികയാനുള്ള ചാൻസ് കുറവാണ്. ഇത് പൊളിച്ചിട്ട് തന്നെ നോക്കണം. നമുക്ക് ബാക്കി അച്ഛൻ്റെ എടുക്കുന്ന അമ്മേൻ്റെ എടുക്കുന്ന വാങ്ങിക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോണിൽ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഏട്ടൻ കാണും. അപ്പം നമുക്ക് സഹായത്തിന് അർജുവേട്ടനെ വിളിക്കാം. അപ്പോൾ അർജുവേട്ടൻ ബുക്ക് ചെയ്ത് തന്നോളും. അപ്പം ഞാൻ അർജുവേട്ടനെ വിളിക്കട്ടെ. ഞാൻ താഴേന്ന് അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് വന്നിട്ടുള്ള എൻ്റെ ഫോണിലെ വീഡിയോ എടുക്കുന്ന നമുക്കിപ്പോൾ അർജുവേട്ടനെ വിളിക്കാം. ആദ്യം ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് സ്പീക്കറിലിടാം. ഓനെന്നാ പറയാനൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന്, എന്നിട്ട് സ്പീക്കറിലിടാം കേട്ടോ. ഒരു കാര്യം പറയാൻ വിളിച്ചേനെ, ഞാൻ വീഡിയോ എടുക്കുന്ന സ്പീക്കറിടാം കേട്ടോ. എന്റെ ഫോൺ പോയ കാര്യമായിട്ട് അറിയാലോ. ഞാൻ രാഗിന്റെ ഫോണാ യൂസ് ചെയ്യുന്നത് കാര്യം അറിയാലോ. ഏട്ടൻ ഇപ്പോ യൂസ് ചെയ്യുന്ന ഫോണില്ല, അതിൽ വിളിച്ചെടുക്ക് കിട്ടുന്നൊന്നുമില്ല. പവർ ബാങ്ക് ഇട്ടിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ്, സങ്കടമാണ്. ഓന് എന്തായാലും പുതിയ ഇപ്പൊ എന്തായാലും ഫോൺ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാലോ. അപ്പോൾ കുടിക്കയില് അതിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ച പൈസ ഉണ്ട്. പിന്നെ കുറച്ച് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്ത് വാങ്ങിക്കാം. അപ്പോൾ ഓനൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനില്ലേ ഫ്ലിപ്കാർട്ടിൽ വിഷ് ലിസ്റ്റിൽ ഇട്ടാണ്ടിനി പോക്കോ X7 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫോൺ. ഞാൻ അത് ഏട്ടൻ അയച്ച ഡീറ്റെയിൽസ് എനിക്കൊന്ന് ബുക്ക് ചെയ്ത് തരുമോ? പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും തോന്നുന്നു. അത് 2 ദിവസത്തേക്ക് ഡെലിവറി കാണിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചുതരാം, ബുക്ക് ചെയ്ത് തരാം. എവിടെയുള്ള ഓഫീസിലാ? വന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കണം. പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പൈസ വാങ്ങിക്കാം. നമുക്ക് ഫോണിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഏട്ടൻ പവർ ബാങ്ക് ഒക്കെ ഇട്ടിട്ടാ ഫോൺ എടുക്കുന്നത്. അപ്പം നമുക്ക് ഫോൺ എടുത്ത് കൊടുത്താലോ? ഇതിൻ്റെ അകത്ത് ഇത്തിരി പൈസ ഉണ്ട്, ബാക്കി പൈസ അച്ഛനും അമ്മയും തരണം. തരൂ അച്ഛ പോയി എടുത്ത്. ഇല്ല, ഇതിപ്പം തൊട്ട് ആളെ വെക്കുന്ന ശീലം തുടങ്ങിയേ. അച്ഛൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. വലിയ ഫോണല്ല നമുക്കിത് പൊളിച്ചു നോക്കാം എത്രയുണ്ടെന്ന്. എന്നിട്ട് ഇനി മേടിക്കാൻ നമുക്ക് അച്ഛനോട് ചോദിക്കാം. ബാങ്ക് അച്ഛനാണ്, അമ്മയും. ടോട്ടൽ അപ്പം എത്രയായി? ബാക്കി പൈസ അച്ഛൻ നമ്മൾ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ബാക്കി ഞാൻ ഫോണിൽ കറക്റ്റ് എത്ര പൈസ വേണ്ടതെന്ന് നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വൈകുന്നേരം ഒരു ട്രിപ്പ് പോകാൻ വിചാരിച്ചു. ട്രിപ്പ് കേൾക്കാൻ നിങ്ങൾ വിചാരിക്കും വലിയ വേറെ ഇരിക്കോ പോകുന്നതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ഇരുട്ടി പോവാ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയെ കാണാൻ പോവാ. ഞാനും അന്നൂസും ഏട്ടനും ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ജിജായുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് കുഞ്ഞുവിൻ്റെ ഏച്ചിൻ്റെ കുട്ടി. അതെൻ്റെ ഓയ, അതെൻ്റെ കുട്ടി. ഇതാ നമ്മളെ താരം.
ഇതാ ഇപ്പോൾ ഒരാൾ നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുത്ത് നടക്കാം. ഇനി അത് ഏട്ടൻ കുറച്ചെടുത്ത് നടന്നോളൂ. അർജുവേട്ടൻ സാധനം ഇങ്ങോട്ട് തന്നേടാ. ഇതാണ് ഇപ്പോൾ ഫോണ്. അപ്പം അർജുവേട്ടൻ ഇവിടെ ജിജുവേട്ടൻ്റെ അടുത്തേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തനുവിനെ കാണാൻ കുറേ ആയി പറയുന്നത്. അപ്പോൾ ആ പേരും പറഞ്ഞാണ് ഏട്ടൻ ഇവിടെ എത്തിച്ചത്. ഇനി നമുക്കിത് കൊടുക്കണം. അപ്പം ഏട്ടൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ബാ. ഇതാ വരുന്നേ, ഇതാ വരുന്നേ. ഏട്ടാ 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 ഒരു കാര്യം വീട് എനക്കറിഞ്ഞൂടെ, ഉള്ളിൽ സാധനം ഉണ്ട്. സംഭവം എന്നാ ജിജേട്ടാ, നമ്മളെ നാട്ടിൽ ഇതിനെന്നാ പറയാ? എന്നാ പറയാ നമ്മളെ നാട്ടില്? എന്താണ് എന്താണ് അതിന്റെ? അതെല്ലാം വാങ്ങിച്ച് അതെല്ലാം വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഉറങ്ങിയ പെണ്ണേനു വീട് എത്തിയപ്പാടിതാ പിന്നെതാ ആ ഒരു ശീലക്കേട് അങ്ങനെ തന്നെ ഉണ്ട്. ആടുന്ന് ഫുൾ കരച്ചിലായിട്ട് നമ്മളെപ്പാടിന്ന് വരികയാണ്. നിന്നാന്നറിയില്ല. നിങ്ങളെല്ലാരും കൂടി മേടിച്ചെന്ന ഫോണ് കോമഡിയാണ്. ഇത് നേരെ താഴെ പോണ്. പുതിയ ഫോൺ. നല്ല ഫോൺ. ഇഷ്ടായി. നല്ല ഫോണ്. അടുത്ത വിഷ്വൽസ് ഒന്നും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തിരിയും. അതിന് തൊട്ടക്കത്തെ കരച്ചല്ലായിരുന്നു. ആടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല അരച്ചിലെന്ന് വെച്ചാൽ നല്ല അരച്ചില്. സാധാരണ ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവള് വേറെ വീടുകളിൽ പോയി കുറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. നിങ്ങള് വീഡിയോയില് അത്ര ആൾക്കാരൊന്നും കാണൂല. കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിന് കരഞ്ഞ് അത് ഞാന് പക്ഷെങ്കില് ഞാനങ്ങ് പുറത്തു പോകാൻ തന്നെ കാരണം ഓള് ആദ്യേ കരഞ്ഞ് നമ്മൾ ഈ പിന്നെ അവിടെയുള്ള വാതിലിന്റെ അങ്ങ് പുറത്തേക്ക് എത്തുമ്പോൾ കരച്ചിൽ നിർത്തുന്നുണ്ട്. ഞാൻ എന്നേരം ആ കരച്ചിൽ കരഞ്ഞിട്ട് പിന്നെ ഇവള് ഇത് നിർത്തുന്നേ ഇല്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കണക്കിന് എനക്ക് അതുകൊണ്ട് ഇതുണ്ടാവോ ചെയ്ത ഗുണാന്ന്. കാരണം എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് എനക്ക് പിന്നെ നിങ്ങക്ക് സർപ്രൈസ് തരാൻ പറ്റില്ലേ? അല്ലേ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് അടിക്കൂലേ? വട്ടം തിരിയണ്ട, ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയെന്ന് അവർക്ക് മനസ്സിലാവും. അത് കൺഫേം ആണ്. ഇവള് അധികം തരുന്ന സർപ്രൈസുകളും എല്ലാം പൊളിയാവാന്ന് തോന്നി. ഞാൻ എങ്ങനെയാലും അറിയും പൊളിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പൊളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവക്ക് ഞാൻ അറിഞ്ഞത് ഇവക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാവാന്ന് പതിവ് സാധാരണ. ഞാൻ ഭയങ്കര നിഷ്കളങ്കരതയാണ്. പക്ഷെ ഇവർ തരുന്ന സർപ്രൈസുകൾ അനക്കും മനസ്സിലാവാറുണ്ട്. അത് ഇല്ലാന്ന് മാത്രം പറയരുത്. അങ്ങനെ പറയും. ഞാൻ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ലേ, ഇങ്ങനെ പറയും. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ? ഇത് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഓർഡർ ചെയ്തത് അത് അർജുട്ടെ എന്റെ ഏട്ടൻ. ഓനുള്ളപ്പോ എനക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ പ്ലാനിങ് അല്ലേ? ഫുൾ ഓഫ് പ്ലാനിങ്. അച്ഛൻ, അമ്മ, ഞായ, അർജുട്ടെ, ജിജുട്ടെ, ഫുൾ ഓഫ് പ്ലാനിങ്. എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ. അല്പം നിനക്ക് മാത്രം സർപ്രൈസ് ഇവർ മാത്രം തന്നാ പോരല്ലോ, നമുക്ക് തിരിച്ച് അങ്ങോട്ടും കൊടുക്കണ്ടേ? ശരിക്കും മറ്റേ ഞാൻ ഇങ്ങനെ എന്തായാലും വിചാരിച്ചൊരു പ്രാങ്ക് പോലൊക്കെ ചെയ്യാ. എന്റെ പഴയ ഫോൺ എടുത്തിട്ടിങ്ങനെ ഈ ഫോണാണ് ഇന്നലെ ചടിയായിട്ട് അത് എറിയുന്ന സമയത്ത് ഇപ്പുറത്തോട്ടൊന്ന് കിട്ടിയാലോ. എന്നാലും അതെല്ലാം നീ വീഡിയോ കാണുമ്പോ മനസ്സിലാവും എനിക്ക്. ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ നിൽക്കണ്ടല്ലോ. കാരണം ഒന്നാമത് ഓർക്കും ബോറടിക്കും. ഞാൻ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോസ് എല്ലാം. അത് ഏട്ടനാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അപ്പോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഇതനക്കി വെച്ചിട്ടാണ്. ഇപ്പൊ ആ ഫോൺ, ഇപ്പൊ ഈ ഫോൺ ഏട്ടൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒക്കെ അപ്പോ നീ പിന്നെ ഇതിന് മുന്നേ ഈ സംഭവത്തിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല അതപ്പോ ഫോണിലല്ലേ ഉണ്ടാണ്ട്? നീ എന്നാ ഡിലീറ്റ് ചെയ്ത് നോക്കിയത്? ഇല്ല, ഞാൻ അത് ഹൈഡ് ഓപ്ഷൻ ഇല്ലേ ഇതിനകത്ത്, ഇതെല്ലാം നിനക്ക് അറിയാം. അപ്പൊ എനിക്കിതെല്ലാം ആരും അറിയാം. ഞാൻ എന്താ കുറച്ചുകൂടി സൂക്ഷിക്കാനായിട്ട് ഹൈഡ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. കാരണം ഞാൻ പിന്നെ നിന്റെ അകത്താണ് നമ്മള് വാവേന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്നത്. അപ്പൊ ഇടക്കെല്ലാം ഞാൻ ഫോട്ടോ എല്ലാം ഇങ്ങനെ നോക്കലുണ്ട്. ഇവിടെ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കലുണ്ട്. ഫോട്ടോസ് മാത്രല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഫുള്ള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് പ്ലാനിങ്. അതുകൊണ്ടാണ് ഞാൻ എന്റേതിന്റെ അകത്ത് ഓർഡർ ചെയ്യാണ്ട് തന്നെ. കാരണം ഞാൻ ഓർഡർ ചെയ്തതിന് ഏട്ടന് എങ്ങനെയായാലും മനസ്സിലാവും. പിന്നെ ഏട്ടന്റെ അക്കൗണ്ട് അതിന്റെ അകത്ത് ഉള്ളത്. ഏട്ടൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് കണ്ടിനി. ഞാനും വിചാരിച്ചു അത്. പക്ഷെ എന്നാ പറ്റിയെന്നത് നീ 2-3 ഫോൺ വെച്ചിട്ടുണ്ടെനി. ഞാൻ കറക്കി കുത്തിയത് അത്. അല്ല, എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഈ ഫോണ് എടുക്കാന്നായിരുന്നു ലാസ്റ്റ് വെച്ചത്. ഞാൻ എന്നിട്ട് മേടിക്കേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം എടുത്തു വെച്ചതിന് ശേഷം പിന്നെ പ്ലാനിങ് അങ്ങ് മാറിയതാ. ഇപ്പൊ മേടിക്കണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മേടിക്കാന്നുള്ള രീതിയിലേക്ക്. ഞാനില്ലേ 3 ഫോണിൽ ഇട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. കാരണം കൂട്ടത്തിൽ കുറച്ചൊരു ഇത് കാണാനും റേറ്റ് വൈസ് വെച്ച് നോക്കുവാണെങ്കിലും ഇതാ കണ്ടേ. പിന്നെ കറക്കി കുത്തി ഇതെല്ലാം കൊണ്ട് പിന്നെ നമ്മളെ ബഡ്ജറ്റും കൂടി നോക്കണല്ലോ. അതുകൊണ്ട് തന്നെ കറക്കി. അല്ല, പക്ഷെ ഞാൻ ഇത് തന്നെ എടുക്കാൻ വിചാരിച്ചത്. പിന്നെ വേറെ കാര്യം, ഞാനായി നീ എനക്ക് തന്നില്ലേ ഫോണ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞ ആ ടൈമില് പെണ്ണ് കരയുന്നതുകൊണ്ട് തന്നെ മൈൻഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇതുണ്ട്. അതായത് എനിക്ക് സർപ്രൈസ് ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു സംഭവം പിന്നെ എക്സ്പ്രഷൻ ഇല്ലാണ്ടുണ്ടാ. എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇവക്ക് അത് പോലെയായിരുന്നു. ഞാൻ കരയണമെന്നോ അങ്ങനെ അങ്ങനെയല്ല. നമ്മളൊരു സാധനം കൊടുക്കും. ഞാൻ പിന്നെ പൊതുവെ അയ്യോ പൊട്ടി പൊതുവെ എന്ത് കൊടുത്താലും വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരാറില്ല. അനക്കാ നേരം എനിക്ക് ചെറിയൊരു മിഠായി കിട്ടിയാലും ഭയങ്കര എക്സ്പ്രഷൻ. നമുക്ക് എക്സ്പ്രഷൻസിലൊന്നുമില്ല, നമ്മളെ മനസ്സിലല്ലേ എല്ലാം വേണ്ടേ. പ്രകടിപ്പിക്കാനുള്ളതാണ് എല്ലാം. മോളുള്ളോണ്ട് ഒന്നാമത് ഓള് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവിടുന്ന്. അതായത് അതിന് മുന്നേ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എല്ലാം കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്തെടുത്ത് പോയാലും ശരിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു, അപ്പൊ അവരെല്ലാം പരിചയപ്പെടുത്തുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ പെണ്ണ് പിന്നെയും കരഞ്ഞ് പ്രശ്നമാവണ്ട, വീഡിയോയിലൊരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അപ്പാടും തന്നെ എടുത്ത്, നിങ്ങൾ വീഡിയോ കാണും, ഞാൻ അപ്പാടും തന്നെ എടുത്ത് പോവുകയത്. കരഞ്ഞപ്പാട് തന്നെ എടുത്ത് കഴിഞ്ഞാൽ പോവുക ചെയ്തത് വീഡിയോ. ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ഇവര് സംസാരിച്ചോട്ടെ, വീഡിയോ കുറച്ചും കൂടി എൻഗേജിങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തപ്പാട് അങ്ങ് പോയത്. പക്ഷെ ആ ടൈമിൽ ഇവര് ഗ്യാപ്പ് കയറി അടിക്കൈക്ക് ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവള് കരഞ്ഞപ്പോ പിന്നെ എനിക്ക് ബാക്കിയുള്ളതൊന്നും ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ, ഞങ്ങൾ അവിടുന്ന് ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏട്ടന് പോലെ എടുക്കും, ഞാനും ആടത്ത് ചില്ല് ചെയ്യും. അങ്ങനെ ആടുന്ന് പോയപ്പാടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനേ പറ്റിയില്ല, വിഷ്വൽസ് ഒന്നും ഇല്ല. കാരണം പെണ്ണൊന്ന് 2-3 പ്രാവശ്യം പോകണം. നമ്മള് മെയിനായിട്ട് ഇപ്പം കുറച്ചായിട്ട് അങ്ങോട്ടേക്ക് പോക്കുമില്ല. അതായത് ഓർമ്മയില് ഇപ്പൊ ഏകദേശം ചെറിയ രീതിയിൽ ഒക്കെ മൈൻഡില് ഒരാളെ മനസ്സിലാകാനുള്ള ഇത് ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള സമയത്ത് നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടില് അല്ലെങ്കിൽ ഏച്ചിന്റെ വീട്ടില് കോഴിക്കോട്, അങ്ങനെ രണ്ട് വീടുകളിലേ പോയിട്ടുള്ളൂ. എവിടെയും പോയിട്ടില്ല, ഇല്ലേ വീട്ടിൽ തന്നെയാ. അതുകൊണ്ട് തന്നെ ഓക്ക് പണ്ട് എല്ലാം ഇടിക്കും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെറിയൊരു ഇത് മാറ്റം വന്നതുകൊണ്ട് ഞാൻ എത്താൻ തന്നെ ലേറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് കുറവ്. അച്ഛനെ കിട്ടുന്ന ടൈമേ ഒരു ഞായറാഴ്ച കിട്ടിയാല് ഞായറാഴ്ച ചിലപ്പോ കിട്ടില്ല, ഞായറാഴ്ച ചിലപ്പോ അങ്ങോട്ട് പിന്നെ ജീവിക്കണല്ലോ. അപ്പൊ ഇതിപ്പോ ഭയങ്കര ലെങ്ത് അത് ഓൾറെഡി ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ചുരുക്കി ഞാൻ നിങ്ങൾക്ക് പറയാട്ടോ, നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം അല്ലെ. കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.